കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. പട്ടാമ്പി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അനുമോദിക്കൽ ചടങ്ങും കരയോഗ മന്ദിരത്തിൽ നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും SSLC+2 മറ്റു കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയ അംഗങ്ങളെ ആദരിക്കലും കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ ഉപഹാരങ്ങളും വിതരണം ചെയ്തു. കരയോഗം പ്രസിഡന്റ് TC ചന്ദ്രൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KC ശിവദാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. G വിജയകുമാരി ടീച്ചർ, M മോഹനൻ മാസ്റ്റർ, K കോമളം, നാരായണൻ നായർ, NG പിള്ള, M രാംദാസ്, PK ചന്ദ്രശേഖരൻ മാസ്റ്റർ, A ശ്രീധരൻ, RG പിള്ള, PT രാജഗോപാലൻ, P പുഷ്പലത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സർവീസ് സൊസൈറ്റിയുടെ 110ാം പിറന്നാൾ ആഘോഷിച്ചു. അതുപോലെ തന്നെ ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയനെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ, വള്ളുവനാട് NSS താലൂക്ക് യൂണിയൻ എന്ന പേരിൽ കേരളത്തിൽ രൂപീകൃതമായിട്ട് 70 വർഷം പൂർത്തിയാകുന്ന ഒരു വർഷം കൂടിയാണ് 2025 മാർച്ച് 15. നമ്മുടെ സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ഏതാനും വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്കടുത്ത് സമാഗതമാവുകയാണ്. അങ്ങനെ അനവധി പ്രത്യേകത നിറഞ്ഞ ഒരു വർഷമാണ് 2024-25 എന്ന് മനസ്സിലാക്കണം. നായർ സർവീസ് സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത് എന്നാൽ ഒരു സംസ്കാരത്തിന്റെ തുടർച്ച, അതൊരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ വിഭാവനം ചെയ്തിരിക്കുന്ന എല്ലാ പദ്ധതികളും. അതുതന്നെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ലക്ഷ്യം. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. നൃത്തങ്ങൾ, തിരുവാതിരക്കളി, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു.